ഗൈസ്, ഇവാൻ വുഖോമനോവിച്ച്, നമ്മുടെ ഇവാൻ ആഷൻ, അദ്ദേഹം ഉണ്ടായിരുന്നപ്പോൾ എന്ത് നല്ല കാലമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്. ഇങ്ങനെയൊക്കെയുള്ള ചില സോഷ്യൽ മീഡിയയിൽ കമൻസ് ആയിട്ടും അല്ലെങ്കിൽ ചില റീൽസ് ആയിട്ടും ഇങ്ങനെയൊക്കെയുള്ള കാണാറുണ്ട്. ചിലപ്പം വളരെ ജെന്യുവിനായിട്ട് സത്യസന്ധമൊക്കെ ആയിട്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മറ്റൊരു സൈഡിൽ നിന്ന്, അതായത് സ്റ്റഡി ക്ലാസ്സിൽ നിന്നും വരുന്ന ചില കാര്യങ്ങൾ അറിയാൻ സാധിച്ചത്, ഇനി നമുക്ക് പ്ലേയേഴ്സിനെ കുറ്റം പറയാം, കോച്ചിനെ കുറ്റം പറയാം. കാരണം അവർ നന്നായിട്ട് കളിക്കുന്നില്ല. നമ്മൾ മാനേജ്മെൻറ്റ് എല്ലാം ചെയ്തു കൊടുത്തു വന്നിട്ട് അവർ കളിക്കുന്നില്ല. അപ്പം ഈ ഒരു വിഷയം പറയണം. കാരണം ഈ വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവാൻ ആഷാനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു പ്രശ്നങ്ങൾ ചെന്നെത്തിപ്പെടുന്നത് കോച്ചിലേക്കാണല്ലോ. നമ്മൾ കോച്ചിന് പ്രശ്നങ്ങളില്ല എന്നും പറയുന്നില്ല. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ സംസാരിച്ചപ്പോൾ കോച്ചിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറ്റി സംസാരിച്ചിരുന്നു. പക്ഷേ അതിനേക്കാൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് നമ്മൾ വലയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ബലിയാടാക്കാനായിട്ട് ഒരാളെ മാത്രം വെക്കാൻ പറ്റൂല എന്ന് പറയുന്നൊരു കാര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. അതാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഈ സീസണിൽ വിദേശ താരങ്ങൾ ഇല്ലാത്ത ക്ലബ്ബുകളുണ്ട്. പക്ഷേ വിദേശ താരങ്ങളുണ്ടെന്ന നിലയിൽ കളിക്കുന്ന ക്ലബ്ബുകളിൽ ഏറ്റവും മോശം വിദേശ താരങ്ങളുള്ളത് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയും അത് കേരള ബ്ലാസ്റ്റേഴ്സിനാണ് എന്നുള്ളത്. ഞാൻ ഒരു താരങ്ങളും കുറ്റം പറയാനോ അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ കമ്പയർ ചെയ്യും, ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. ആ ലെവലിലുള്ള സൈനിങ്സാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ചിന്തിക്കാം, എന്തിന് സൈനിങ്സ് നടത്തിയപ്പം ഈ ഒരു സൈനിങ്സ് ഒക്കെ വന്ന സമയത്ത് കമൻറ്റ് ബോക്സുകളിലൊക്കെ കണ്ടിരുന്നു, ബ്ലാസ്റ്റേഴ്സ് എന്ത് കത്തിക്കലാണ് കത്തിക്കുന്നത്, കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത്തവണ ഒരു പൊളിച്ചു. 4 മത്സരങ്ങൾ കളിക്കുമ്പോഴത്തേക്കും എതിർ ടീമുകൾ വന്ന് പൊളിച്ചിട്ടുണ്ട്, ബാക്കിൽ നിന്ന് നല്ല കൊടുത്തിട്ടുണ്ട്. അമ്മാതിരി അവസ്ഥയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടേബിളിൽ തിരിച്ചു നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ മേലോട്ട് നോക്കിയാൽ വല്ലതും കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വിദേശ റിക്രൂട്ട്മെൻറ്റ് നടത്തിയത് എന്ന് നമുക്ക് നോക്കാമല്ലോ. ഇങ്ങനത്തെ സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് കളിക്കാൻ പറ്റുന്നത്. ഇന്ത്യൻ സ്ക്വാഡ് വെച്ച് കളിക്കുന്നതിനേക്കാൾ ചീപ്പായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ വിദേശ താരങ്ങളെ വെച്ച് കളിക്കുന്നത്. അതെന്താണെന്ന് ഞാൻ പറയാം. വിദേശ താരങ്ങളുടെ മേലിൽ മുടക്കിയിട്ടുള്ള പണം, അവരുടെ സാലറി എത്രയൊക്കെയാണെന്നുള്ളത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ താരത്തിന് കൊടുക്കേണ്ട, ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ഇന്ത്യൻ താരത്തിനൊക്കെ കൊടുക്കേണ്ട സാലറി വെച്ചിട്ട് മൊത്തം സൈനിങ്സും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അതേ അവസ്ഥയാണ്. നമ്മളിപ്പോൾ ഓരോ പ്ലെയേഴ്സിൻ്റെ പേര് പറയാണ്ടെങ്കിൽ പറഞ്ഞു പോകണം. ഇപ്പം മർലോൺ, എനിക്ക് തോന്നുന്നില്ല ഒരു ഇന്ത്യൻ പ്ലെയറുടെ എങ്കിലും ഒരു ഇത് കാണിക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിനേക്കാൾ എത്രയോ ബെറ്റർ ആയിട്ടുള്ള പ്ലേയേഴ്സ് ഇപ്പം നിലവിൽ നമ്മുടെ സ്ക്വാഡിൽ തന്നെ ഉണ്ട്. അതുപോലെ നമ്മുടെ സ്ട്രൈക്കേഴ്സ് മൊത്തത്തിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ഭേദപ്പെട്ട നിലയിൽ തോന്നുന്ന പ്ലെയർ മത്യാസാണ്. എന്നാൽ പുള്ളിയുടെ ഫേവറേറ്റ് പൊസിഷനായിട്ടുള്ള DM-ൽ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് കളിക്കാനും പറ്റുന്നില്ല. അപ്പോൾ എന്തിനാണ് ഇത് ചെയ്തത്? ഇന്ത്യൻ പ്ലേയേഴ്സിനെ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കണ്ണിപ്പൊടി ഇടണം. കണ്ണിപ്പൊടി ഇടാനാണല്ലോ കൊല്ലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം സ്പോൺസേഴ്സ് ഏറ്റവും കൂടുതലുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് എന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതലുള്ള ക്ലബ്ബാണ് ബ്ലാസ്റ്റേഴ്സ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ ഈ വിദേശ താരങ്ങളെയൊക്കെ വെച്ച് ഗ്ലാമറൈസ് ചെയ്ത് ഗിമ്മിക്സ് കാണിക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് ഓക്കെ, ഈ സീസൺ നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പ്രശ്നങ്ങളാണ്, ബാധ്യതകളാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അടുത്ത സീസണിലേക്ക് നോക്കാമെന്ന നിലയിൽ എത്തിയെങ്കിൽ കൂടി നമ്മുടെ കോർ സ്ക്വാഡിലെ പ്ലേയേഴ്സിന് വിട്ടുകിടഞ്ഞിട്ടാണ്. വിദേശ താരങ്ങൾ പോട്ടെ, വേറെ വിദേശ താരങ്ങൾ വെക്കാൻ നോക്കാം. പക്ഷേ ഇന്ത്യൻ താരങ്ങളെ പോലും വിട്ട്, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഒരു ഹൈ ലെവലിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ വിദേശ താരങ്ങളൊന്നും കളിപ്പിക്കാണ്ട് നമ്മളുടെ കോർ ഇന്ത്യൻ പ്ലേയേഴ്സിനെ നിലനിർത്തി, അതായത് നമ്മൾ പോയിട്ടുള്ള നോറയാണെങ്കിലും അമ്മയാണെങ്കിലും അസറാണെങ്കിലും അയ്മനാണെങ്കിലും അങ്ങനെ കുറേ പ്ലേയേഴ്സിനെയൊക്കെ കളഞ്ഞല്ലോ, അവരെ നിലനിർത്തിയിരുന്നെങ്കിൽ കൂടി നമുക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് കളിക്കാൻ പറ്റിയേനെ എന്ന് പറയുന്നൊരു വിശ്വാസം എനിക്കുണ്ട്. ഇപ്പം അതും മാറ്റി പുതിയൊരു സ്ക്വാഡിനെയും കൊണ്ടുവന്നിട്ട് ആകപ്പാടെ അടപടലം ആക്കിയിട്ടുണ്ട്. എന്താണ് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഒരു വൃത്തികെട്ട രീതിയിൽ ഇവന്മാർ ചെയ്യുന്നത്? ഇനിയിപ്പോൾ അടുത്ത ബലിയാടാകാൻ പോകുന്ന ആളാണ് കോച്ച് പോയി പുതിയൊരു കോച്ച് വരുമ്പോൾ ചിലപ്പോൾ ന്യൂ മാനേജർ ബൗൺസിൽ ചിലപ്പം ഒന്ന് സമനിലയോ ഒരു ജയോ ഒക്കെ വല്ല മുഹമ്മദിനെതിരെയോ ഏറ്റവും മോശമായിട്ട് കളിക്കുന്ന ടീമുകൾക്കൊക്കെ എതിരെ നേടുമായിരിക്കും. എന്നിട്ട് റെലഗേഷൻ ബാറ്റിൽ എങ്ങനെയെങ്കിലും കടന്നുകൂടിയിട്ട് യെസ് ബ്ലാസ്റ്റേഴ്സ് ഈ സീസൺ പൊളിച്ചു, താങ്ക് യു മാനേജ്മെൻറ്റ് ഫോർ ദിസ് ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് കുറച്ച് പോസ്റ്റ് ഇടാം കേട്ടോ. അങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുന്ന ചില ആളുകളുണ്ട്. എന്ത് പറഞ്ഞാൽ താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഫക്കിംഗ് മാനേജ്മെൻറ്റ് ഉള്ളിടത്തോളം കാലവും ഒരു കോപ്പ് നടക്കാൻ പോകുന്നില്ല. ഇവർ എല്ലാ കാലവും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എന്താണ് ഫാബിൻ്റെ എന്തോ ഒരു മണിക്കൂറുള്ള ഒരു സാധനം വന്നിട്ടുണ്ട്. ഞാനത് കണ്ടിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് മിനിറ്റ് കണ്ടിട്ട് എനിക്ക് കാണാനുള്ള ടോളറൻസ് ഇല്ല. ഞാൻ പിന്നെ അത് കണ്ട ആളുകൾക്ക് പല ആളുകളും ചോദിച്ചിട്ട് തന്നെ എനിക്കെൻ്റെ ക്ഷമയെ പിടിച്ച് നിർത്താൻ പറ്റുന്നില്ല. കാരണം അത്രത്തോളം ഒരു മോശം അവസ്ഥയിലായിപ്പോയി, ആ ലെവലിലൊക്കെ എത്തിച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ചില കാര്യങ്ങൾ ഇവരൊക്കെ എന്ത് പാഷൻ, എന്ത് വിഷൻ, എന്ത് കോപ്പുണ്ടെന്നൊക്കെയാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫാൻ ഗ്രൂപ്പുകളോടൊരു കാര്യം, ഈ പ്രതികരിക്കാതിരിക്കുന്നതാണ് ട്രൂ ഫാൻസ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രതികരണ ശേഷിയാണ് ക്ലബിനെ കൊല്ലുന്നതിൽ ഏറ്റവും പ്രധാനം. കാരണം
ഇത്രയും നാൾ ക്ലബിൻ്റെ ശക്തി എന്ന് പറയുന്നത് ഫാൻസാണ്. ആ ഫാൻസ് ഓരോ ദിവസം കഴിയും തോറും, ഓരോ കളികൾ കഴിയും തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഫാൻസിന് യാതൊരു വിധത്തിലൊരു വാല്യൂ ഇല്ലാണ്ടാകും. അപ്പോൾ അത് മനസ്സിലാക്കുക, പ്രതികരണങ്ങൾ കൃത്യമായിട്ടുള്ള സമയങ്ങൾ എടുക്കുക. അത് ഒരു സാധാ എന്തിനു വേണ്ടിയിട്ടല്ലാണ്ട് കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുക. എങ്കിൽ മാത്രമേ മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഈ വൃത്തികെട്ട മാനേജ്മെൻറ്റ് ഉള്ളിടത്തോളം കാലം ഈ ക്ലബിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ റെഡിയല്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ പോട്ട പുല്ല് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിക്കാം, പക്ഷേ അങ്ങനെ കാണിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ പറയാൻ മനസ്സിൽ ഇതിൻ്റെ പേരിൽ എന്ത് അജണ്ട, എന്ത് കോപ്പാണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതൊരു പ്രതികരണശേഷി ഉണ്ടായാൽ മതി, ക്ലബ്ബ് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, അത്രയേ ഉള്ളൂ.